വെറും എരുമപ്പാല് വിറ്റ് പ്രതിമാസം 1 കോടിയിലധികം രൂപയുണ്ടാക്കുന്ന ഒരു 24കാരി അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ഒന്നുമല്ല, നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് ആളുള്ളത്. ഇത് കേൾക്കുമ്പോൾ തന്നെ ആശ്ചര്യത്തോടെ നിങ്ങളുടെ കണ്ണുകളൊന്ന് വിടർന്നു കാണും. എന്നാൽ ഒട്ടും ആശ്ചര്യപ്പെടേണ്ട, ഇത് സാധ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇന്ത്യയിൽ ധവള വിപ്ലവത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന അമോൽ കുര്യൻ ഒരു മലയാളിയായിരുന്നു. എന്നാൽ ക്ഷീരമേഖലയിൽ ഇന്ന് മലയാളികൾ അടക്കം നിരവധിയായിട്ടുള്ള പ്രതിസന്ധികളാണ് നേരിടുന്നത്. ഇങ്ങനെ ഒരു പരിതസ്ഥിതിയിലാണ് ശ്രദ്ധ ധവാൻ എന്ന മഹാരാഷ്ട്രക്കാരിക്ക് തനതായ വേറിട്ട ചില വഴികളിലൂടെ ലാഭം കൊയ്യുവാൻ സാധിക്കുന്നത്. ഇന്ത്യൻ ഡയറി മേഖലയിലെ ശുക്ര നക്ഷത്രം എന്നറിയപ്പെടുന്ന, ഇന്ത്യയുടെ സംരംഭകത്വത്തിന് കൂടുതൽ ഊർജം പകരുന്ന, യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുന്ന ശ്രദ്ധ ധവാൻ തന്റെ പിതാവിനെ സഹായിക്കുവാൻ വേണ്ടിയിട്ടാണ് 11ാം വയസ്സിൽ എരുമപ്പാൽ വിൽക്കുന്ന രംഗത്തേക്ക് കടന്നു വന്നത്. ഭിന്നശേഷിക്കാരനായിരുന്ന അച്ഛൻ സത്യവാനെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് തന്റെ 11ാമത്തെ വയസ്സിൽ പാൽ ഉൽപാദന മേഖലയിലേക്ക് കാലെടുത്തു വയ്ക്കുമ്പോൾ ശ്രദ്ധ ധവാന് ഒരു തരത്തിലുള്ള മുൻധാരണകളും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഭാവിയിൽ ഈ ഒരു മേഖലയാണ് തന്റെ ബിസിനസ് സ്വപ്നങ്ങൾക്ക് വെളിച്ചം പകരാൻ പോകുന്നത്, തന്റെ പാഷനായി മാറാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് അവൾക്ക് അപ്പോൾ യാതൊരു തരത്തിലുള്ള ഐഡിയയും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ക്ഷീരവികസന മേഖലയുടെ, പാൽ ഉൽപാദന മേഖലയുടെ പലതരത്തിലുള്ള പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും നേരിട്ട് നിൽക്കുവാൻ ശ്രദ്ധയ്ക്ക് സാധിച്ചു. തന്റെ ചെറുപ്പകാലത്ത് അച്ഛൻ ഉണ്ടായിരുന്നത് കേവലം ഒരു എരുമ മാത്രമായിരുന്നു. ആ ഒരൊറ്റ എരുമയുടെ പാല് വിറ്റായിരുന്നു ആ കൊച്ചു കുടുംബം കഴിഞ്ഞു പോന്നിരുന്നത്. കഷ്ടിച്ച് ജീവിതം തള്ളി നീക്കിയിരുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് പതിയെ പതിയെയായിരുന്നു ശ്രദ്ധ ധവാന്റെയും കുടുംബത്തിന്റെയും വളർച്ച എന്നത്. കന്നുകാലികളോടുള്ള സ്നേഹത്തോടൊപ്പം തന്നെ തനിക്കറിയാവുന്ന ഒരു കാര്യത്തെ ഉപജീവന മാർഗമാക്കി മാറ്റുന്നതിലൂടെ വലിയ വിജയം നേടിയെടുക്കാൻ സാധിക്കും എന്നതിന്റെ ഉത്തമമായ തെളിവാണ് ശ്രദ്ധ ധവാന്റെ കഥ. ചെറുപ്പത്തിൽ എരുമകളെ കറന്ന് സൊസൈറ്റികളിലും വീടുകളിലുമായിട്ട് പാല് വിതരണം ചെയ്തു തരുന്നിരുന്ന ശ്രദ്ധയ്ക്ക് പതിയെ എരുമകളെ പരിപാലിക്കേണ്ടതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ മനസ്സിലായി തുടങ്ങുന്നു. എരുമകളെ കറന്നു കിട്ടുന്ന പാല് സൊസൈറ്റിയിലും മറ്റു വീടുകളിലും കൊണ്ടുചെന്ന് ആക്കിയതിനു ശേഷം ഉള്ള സമയത്താണ് പഠിക്കാനുള്ള സമയം ശ്രദ്ധ കണ്ടെത്തിയിരുന്നത്. പഠനം ഈ തൊഴിലിനോടൊപ്പം തന്നെ കൊണ്ടുപോകുവാൻ എല്ലായ്പ്പോഴും പ്രത്യേകമായി ശ്രദ്ധ പുലർത്തിയിരുന്നു. ഉറുമ്പ് നെൽമണികൾ കൂട്ടി വെക്കും പോലെ സ്വന്തം പിതാവ് സ്വരുക്കൂട്ടി വെച്ചിരുന്ന പണം കൊണ്ട് എരുമ കച്ചവടത്തിലേക്ക് കടന്നതോടു കൂടിയാണ് ശ്രദ്ധ ധവാന്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവുണ്ടാകുന്നത്. പിതാവിന് എരുമക്കച്ചവടത്തിന് വേണ്ടി ദൂരസ്ഥലത്തേക്ക് പോകേണ്ടി വന്നപ്പോഴാണ് ഈ തന്റെ വീട്ടിലുള്ള എരുമകളുടെ കാര്യം ഏറ്റെടുക്കുവാൻ ശ്രദ്ധയ്ക്ക് അവസരം കിട്ടുന്നത്. ഇതിനെ തുടർന്നാണ് പാലുകൾ ബൈക്കിൽ കെട്ടിവെച്ചുകൊണ്ട് ഗ്രാമത്തിലൂടെ ശ്രദ്ധ പോകുന്നത്. ആദ്യമൊക്കെ ശ്രദ്ധയുടെ ഈ കച്ചവട താല്പര്യം, അല്ലെങ്കിൽ ബൈക്ക് ഓടിച്ച് ഒരു പെൺകുട്ടി തനി നാട്ടും പുറത്തുകൂടി പോകുന്നത് കാണുമ്പോൾ ഗ്രാമവാസികളെല്ലാം അല്പം ഒരു അന്താളിപ്പോടെ നോക്കി നിൽക്കുമായിരുന്നുവെന്ന് ശ്രദ്ധ പറയുന്നുണ്ട്. പിന്നീട് ഗ്രാമവാസികൾ അവളെ പ്രോത്സാഹിപ്പിക്കുവാൻ തുടങ്ങി. ഗ്രാമവാസികളുടെ എല്ലാ തരത്തിലുള്ള പിന്തുണയോടും കൂടിയാണ് ശ്രദ്ധ ധവാൻ തന്റെ ക്ഷീര സാമ്രാജ്യത്തിന്റെ അടിക്കല്ലുകൾ പാകി തുടങ്ങിയത്. 2013 ഒരു എരുമയിൽ നിന്ന് 15 എരുമകളെ സ്വന്തം തൊഴുത്തിൽ പരിപാലിപ്പിക്കുവാൻ പോകുന്ന തരത്തിലുള്ള ഒരു ശേഷി ശ്രദ്ധ ധവാൻ നേടിയെടുക്കുന്നുണ്ട്. ഇതേ തുടർന്ന് സ്വന്തം വയലുകളിൽ നിന്ന് കിട്ടിയിരുന്ന പുല്ലും വൈക്കോലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അവയെ പോറ്റിയിരുന്നത് എങ്കിൽ 2015, അതായത് ശ്രദ്ധ ധവാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു സമയത്ത് അവർക്ക് ഏകദേശം 45 എരുമകളുടെ പരിപാലിപ്പിക്കുവാൻ പോകുന്ന തരത്തിലേക്ക് ആ തൊഴുത്തിനെ വികസിപ്പിച്ചെടുക്കുവാൻ സാധിച്ചു. 45 എരുമകളിൽ നിന്നായി പ്രതിദിനം ഏകദേശം 150 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുവാൻ ശ്രദ്ധയ്ക്ക് സാധിച്ചു. ഇത് മുഖാന്തരം ഒരു മാസം ഏകദേശം 3 ലക്ഷത്തോളം ശ്രദ്ധ ധവാന്റെ കുടുംബത്തിന് ലാഭമായി ലഭിക്കുകയുണ്ടായി. പക്ഷേ ഈ ലാഭം ലഭിക്കുന്നു എന്ന് പറയുമ്പോഴും അതിൽ വലിയൊരളവ് തീറ്റയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കേണ്ട ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. 15 എരുമകൾ ഉണ്ടായിരുന്ന സമയത്ത് സ്വന്തം വയലുകളിൽ നിന്നും അല്ലെങ്കിൽ അയൽപക്കക്കാരുടെ വയലുകളിൽ നിന്നും ഒക്കെ കിട്ടിയിരുന്ന വൈക്കോലും പുല്ലും ഉപയോഗിച്ച് അവയെ പോറ്റുവാൻ സാധിച്ചിരുന്നു. എന്നാൽ 45 പശുക്കൾ എന്നൊരു ലാർജ് സ്കെയിലിലേക്ക് ആ തൊഴുത്ത് വന്നതോടുകൂടി പുറത്തു നിന്ന് കൂടുതൽ പണം കൊടുത്ത് വൈക്കോല് വാങ്ങേണ്ട സ്ഥിതിയായി. ഇതിനെ മറികടക്കുവാൻ വേറെ ചില ഐഡിയകളായിരുന്നു ശ്രദ്ധയുടെ മനസ്സിലുണ്ടായിരുന്നത്. അത് കൂടുതലായിട്ട് ചാണകം ഉപയോഗിച്ച് ബയോഗ്യാസ് പ്ലാന്റ് മുഖാന്തരം ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുകയും
അതിനു പുറമെയായിട്ട് തൊഴുത്തിൽ നിന്നും പശുക്കൾക്കിടയിൽ നിന്നും ലഭിക്കുന്ന വേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിൽ കമ്പോസ്റ്റ് വളം രൂപപ്പെടുത്തുവാനും ശ്രദ്ധയ്ക്കായി 3000 കിലോയോളം വെർമി കമ്പോസ്റ്റ് വിൽപ്പനയ്ക്ക് വെക്കുകയും അത് മുഖാന്തരം, അതായത് ബയോഗ്യാസും ഈ വെർമി കമ്പോസ്റ്റും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിൽപ്പനയും ഇതിന്റെ കൂടെ ഈ പാൽ ഉൽപാദനത്തിന്റെയും പാൽ വിൽപ്പനയുടെയും കാര്യത്തിന്റെ ഒപ്പം തന്നെ ശ്രദ്ധ കൊണ്ടുപോയി. ഈ വെർമി കമ്പോസ്റ്റും ബയോഗ്യാസും ഒക്കെ വിറ്റ് കിട്ടുന്ന പണം ബിസിനസ്സിലേക്ക് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യുവാനായിരുന്നു ശ്രദ്ധ ശ്രമിച്ചത്. അത് മുഖാന്തരം പശുക്കൾക്കുള്ള കാലിത്തീറ്റ, പുല്ല്, വൈക്കോല് ഇവയുടെ എല്ലാം വിലയെ സ്വന്തം ലാഭത്തിൽ നിന്ന് കുറയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷം മാറ്റിയെടുക്കുവാൻ ശ്രദ്ധയ്ക്കായി. അതായത് ഈ വളത്തിന്റെയും ഈ ഒരു ബയോഗ്യാസിന്റെയും പണം ഉപയോഗിച്ച് ഈ കാലിത്തീറ്റ വാങ്ങുന്നത് മുഖാന്തരം ലാഭം കൂട്ടുവാനായിരുന്നു ശ്രദ്ധ ശ്രമിച്ചത്. അത് ഒരു വിജയമായി തീരുകയുണ്ടായി. നമ്മുടെ നാട്ടിലുള്ള യുവ കർഷകരെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠം തന്നെയാണ് ശ്രദ്ധ ഇവിടെ പങ്കുവയ്ക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ കൃഷിയിലുള്ള, നമ്മുടെ വ്യവസായത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള റീഇൻവെസ്റ്റ്മെന്റ് ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നതിലൂടെ ലാഭത്തിന്റെ അളവ് കൂട്ടാൻ സാധിക്കും. തനിക്കറിയാവുന്ന ബിസിനസിനെ കുറെ കൂടി വ്യക്തതയോടുകൂടി, കുറെ കൂടി ആക്യുറേറ്റ് ആയി ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രദ്ധയ്ക്ക് സാധിച്ചത് അവൾക്ക് ചെറുപ്പം മുതൽ ലഭിച്ച പരിശീലനം കൊണ്ടാണ്. അത് തൊഴുത്തിൽ നിന്നുള്ള പരിചയമാണ്. തൊഴുത്തിനെ കുറിച്ച് അറിയാത്ത, തൊഴുത്തിന്റെ ഉള്ളിൽ നടക്കുന്നത് എന്താണെന്നതിനെ കുറിച്ച് ധാരണയില്ലാത്ത ആളുകൾക്ക് ക്ഷീരകൃഷിയിൽ വലിയ വീഴ്ചയുണ്ടാവും എന്നാണ് ശ്രദ്ധയ്ക്ക് നൽകാനുള്ള മുന്നറിയിപ്പ്. അതിനാൽ ഏതൊക്കെ ഉയരത്തിൽ എത്തിയിട്ടും ഏതൊക്കെ തരത്തിൽ സ്വന്തം ബിസിനസ് വളർത്തിയെടുത്തിട്ടും ശ്രദ്ധ ഒരു ദിവസം പോലും തന്റെ തൊഴുത്തിൽ കയറാതിരിക്കുന്നില്ല. അവൾ ഒരു ദിവസം, അതായത് ഇപ്പോഴും സംരംഭകത്വത്തിന്റെ വലിയ വളർച്ചകൾ നേടിയെടുത്ത ഈ ഒരു അവസരത്തിൽ പോലും ശ്രദ്ധ ധവാൻ തന്റെ തൊഴുത്തിൽ ചെന്ന് പ്രതിദിനം 20 പശുക്കളെയെങ്കിലും കറക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ട്. മഹാരാഷ്ട്രയിലെ അഹമ്മദ്പൂർ ജില്ലയിലെ ദിഗോജ് ഗ്രാമത്തിലാണ് ശ്രദ്ധ ധവാൻ സ്വന്തം ബിസിനസ് വളർത്തിയെടുത്തത്. ഇന്നിവിടെ 2 നില കെട്ടിടത്തിന്റെ ഉടമയാണ് ശ്രദ്ധ ധവാൻ. അവിടെ 22 പേർക്ക് ജോലി കെടുക്കുവാനും ശ്രദ്ധയ്ക്ക് സാധിച്ചിട്ടുണ്ട്. തന്റെ നേട്ടങ്ങളുടെ എല്ലാം ഒപ്പം തന്നെ പഠനത്തെയും കൂടെ കൊണ്ട് നടക്കുവാൻ ശ്രദ്ധ ചെലുത്തിയിരുന്നു. മഹാരാഷ്ട്രയിലെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിൽ ഒന്നിൽ നിന്ന് ഫിസിക്സിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശ്രദ്ധ, പക്ഷേ പഠനത്തിന്റെ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാതെ ബിസിനസ് ആണ് തന്റെ വഴി എന്ന് തെരഞ്ഞെടുക്കുകയായിരുന്നു. ആ ഒരു തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടും മികച്ചൊരു തീരുമാനമായിരുന്നു എന്ന ഉറച്ച ബോധ്യത്തിലാണ് ശ്രദ്ധ ഇപ്പോഴുള്ളത്. കൃഷി ഒരു മോശം വ്യവസായമല്ല എന്നും ഇന്ത്യ പോലെ ഇത്ര ബൃഹത്തായ ഒരു രാജ്യത്ത്, കാർഷിക സമ്പദ് വ്യവസ്ഥ നട്ടെല്ലായിട്ടുള്ള ഒരു രാജ്യത്ത് കാർഷിക മേഖലയിൽ ഒളിഞ്ഞുകിടക്കുന്ന സാധ്യതകളെ മനസ്സിലാക്കുവാനുള്ള നിരീക്ഷണ പാഠവുമാണ് നമുക്ക് വേണ്ടത് എന്ന് ശ്രദ്ധ ധവാൻ നമ്മളോട് പറയുന്നു. കഠിനാധ്വാനത്തോടൊപ്പം കരളുറപ്പിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും ഉത്തമമായ പ്രതീകമാണ് ശ്രദ്ധ ധവാൻ എന്ന 24-കാരി. അവർക്ക് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് സാധിച്ചുകൂടാ?